കണ്ണൂരിൽ ഒരു വ്യക്തിക്ക് തന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ 200 വർഷം പഴക്കമുള്ള നിധി കിട്ടിയ വാർത്ത മാധ്യമങ്ങളിൽ കണ്ടിരുന്നു. ഇങ്ങനെ നിധി കിട്ടിയാൽ എന്തു ചെയ്യണം? തനിക്ക് ഉടമയാക്കാമോ? സർക്കാരിലേക്ക് നൽകേണ്ടതുണ്ടോ? അതോ മറച്ചു വെക്കുകയാണോ വേണ്ടത്? ഇതിന്റെ കാര്യമാണ് എല്ലാവർക്കും അറിയാൻ താല്പര്യം. 200 കൊല്ലം പഴക്കമുള്ള നിധി, അതാണ് അതിൻ്റെ കാലപ്പഴക്കം ഒക്കെ നിർണ്ണയിക്കും. ചില സാധനത്തിൻ്റെ പഴക്കം നോക്കിയാൽ അതിൻ്റെ സംഗതികളൊക്കെ നോക്കിയാൽ പഴക്കമൊക്കെ തിരിയും. അങ്ങനെ ആ പഴക്കം നോക്കിയിട്ടുള്ളതാണ് ആ 200 കൊല്ലത്തെ പഴക്കം. അപ്പോൾ പിന്നെ ഇസ്ലാമി തന്നെയാണ് സംഗതി എന്ന് മനസ്സിലാക്കുക. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയായി നിയോഗിതമായതിന് ശേഷം ഉണ്ടായിട്ടുള്ള നിധിയാണ് ആ നിധി. അത് ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് നിന്നാണ് കിട്ടുന്നത്. വ്യക്തിയുടെ ഉടമസ്ഥയിൽ നിന്നുള്ള സ്ഥലത്ത് നിന്ന് കിട്ടിയാൽ ആ വ്യക്തിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ, ആ ഉടമക്കാരൻ്റെതാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് കൊടുക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ വിധി. പക്ഷേ ഇസ്ലാമിൻ്റെ വിധി ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ അതിനനുസരിച്ചായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നിധിൻ്റെ കാര്യത്തിലും അതുപോലെ ഒട്ടനവധി നമ്മുടെ സിവിൽ കാര്യങ്ങളിലും രാജ്യത്തിൻ്റെ നിയമം നമുക്ക് കൂടി ബാധകമാണ്. സിവിൽ നിയമങ്ങളിലെ 1935 ശരീഅത്ത് ആക്ടിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഏതാനും കാര്യങ്ങൾ, വിവാഹം, വഖഫ്, അതുപോലെ വസിയ്യത്ത്, ദാനം, ദായധനം, ഈ തരത്തിലുള്ള ഏതാനും കാര്യങ്ങളിൽ മാത്രമാണ് മുസ്ലിമീങ്ങൾക്ക് അവരുടെ വ്യക്തി നിയമം അനുസരിച്ചും ശരീഅത്ത് അനുസരിച്ചും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പണ്ടേ ഉള്ളൂ.